brothers and sisters in Christ, greetings to you. ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വന്ദനം അറിയിക്കുകയാണ്. After a long time I am standing here. കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ഈ നിലയിൽ ഇവിടെ നിൽക്കുന്നത്. And I am supposed to be taking maybe 2 weeks back, but I am taking now. 2 ആഴ്ച മുമ്പ് സാധാരണഗതിയിൽ എടുക്കാൻ സാധ്യത ഉള്ളതായിരുന്നു. എന്നാൽ ഈ നിലയിൽ ഇപ്പോഴാണ് എടുക്കുവാനായിട്ട് സാധിച്ചത്. But anyhow, it's Lord's grace that I am standing here today. ദൈവകൃപയാൽ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഇവിടെ നിൽക്കുന്നു. Always it's a matter what matter has to be taught or taken for meditation. It's like a challenge for me. ഏത് വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കണം, സംസാരിക്കണം എന്നുള്ളത് സഹോദരനെ സംബന്ധിച്ചൊരു വെല്ലുവിളിയായിട്ട് തന്നെ ഇരിക്കുന്നു. But every time God gives us a message based on the circumstances that is happening in my life. എന്നാൽ എല്ലാ സമയത്തും സാഹചര്യത്തിനനുസരിച്ച് ദൈവം തന്റെ വചനം തന്നുകൊണ്ടേയിരിക്കുന്നു. And today I am just going to give a title of this message. ഇന്ന് ഈ വചനധ്യാനത്തിന്റെ തലക്കെട്ട് എന്നത് ഈ നിലയിൽ തരുന്നു. Separation is essential for changes in our life. വേർപാട് അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ച്, മാറ്റങ്ങൾക്കനുസരിച്ച്. Either separation may be temporary or permanent. ആ വേർപാട് എന്ന് പറയുന്നത് താൽക്കാലികമാവാം, അല്ലെങ്കിൽ അത് എപ്പോഴും നിലനിൽക്കുന്നതായിരിക്കാം. And the changes that brings us maybe it's like secular or spiritual life. മാറ്റങ്ങൾ എപ്പോഴും ഭൗതികമായാലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. And most of us we might have experienced what is separation is to a certain extent. നമ്മൾ പലരും തന്നെ വേർപാട് എന്നത് ഒരു പരിധി വരെ ഒരളവിൽ അനുഭവിച്ചിട്ടുള്ളവർ, അറിഞ്ഞിട്ടുള്ളവരാണ്. A small example like we may be going to hostel, so we may be small separation. നമ്മള് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പക്ഷെ നമ്മൾ ഹോസ്റ്റലിലേക്ക് മാറി താമസിക്കുന്ന സമയത്ത് അതൊരു വേർപാടാണ്. And like that small I want to bring you some experiences from the scripture. How the people have experienced separations in their life and how the scripture says and how much we can learn from the word of God. അതുപോലുള്ള ചില വേർപാടുകളെ കുറിച്ച് വേദപുസ്തകം ഏത് നിലയിലാണ് പരാമർശിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. Is it essential for us to experience the feeling of separation? വേർപാട് എന്നൊരു അനുഭവം നമ്മൾ അനുഭവിക്കേണ്ടത് അത്യാവശ്യമാണോ? Is it a permanent or a temporary one? അതൊരു താൽക്കാലികമായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്നതോ ആകാം. And it differs from individual to individual how we will take up this separation. ആ വേർപാട് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്ന നില എന്നുള്ളത് വ്യത്യസ്തമായിരിക്കാം വ്യക്തികൾക്കനുസരിച്ച്. When we are undergoing the feeling of separation, who will console us? നമ്മൾ ആ വേർപാടിലൂടെ കടന്നു പോകുമ്പോൾ ആരാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്? Either it is our own friends or relatives or neighbors or any of near and dear one who will console us. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ ബന്ധുക്കളോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കാം നമ്മളെ ആശ്വസിപ്പിക്കാൻ കൂടെ ഉള്ളത്. Does this consoling give a permanent solution? ആ ആശ്വാസം നമുക്ക് നിത്യമായ അല്ലെങ്കിൽ നിലനിൽക്കുന്നതായ ഒരു ആശ്വാസം നമുക്ക് നൽകുന്നുണ്ടോ? That we will go through what the scripture says and from the experiences of the great people. അത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വലിയ മഹത് വ്യക്തികളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നോക്കാൻ കഴിയുന്നത്. There is a good English words for the experiences that cause. That is, the separation causes a void, gulf, emptiness, gap. That is one meaning has different meaning, but all these words have a similar meaning. ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ ഈ വേർപാട് എന്നുള്ളതിന് വ്യത്യസ്തമായ വാക്കുകൾ അതിന് ഉപയോഗിക്കാറുണ്ട്. വോയിഡ് എന്ന വാക്ക് ഒന്നുമില്ലായ്മയെ കുറിച്ച് പറയാറുണ്ട്. ഗ്യാപ്പ്, ഒരു വിടവ് എന്നൊക്കെ പല വാക്കുകൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. And the word of God says Jesus Christ has emptied himself and he came from heaven to between us. വേദപുസ്തകം പറയുന്നു യേശുക്രിസ്തു തന്നെത്താൻ ഒഴിച്ച്, അവൻ മുഴുവനായി ഒഴിച്ച് ഭൂമിയിലേക്ക് നമ്മുടെ ഇടയിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. That is emptied himself. അവൻ തന്നെത്താൻ ഒഴിച്ച്. That means there is a big gap so that he filled the gap. ആ വലിയൊരു വിടവ് ആ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് കാണുന്നു. And in our life also there are some gaps we experience in everyday life.
നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭൗതിക ജീവിതത്തിലും അതുപോലുള്ള വിടവുകൾ നാം അനുഭവിച്ചേക്കാം. And we can see how the people in different periods they experience gaps or separation in their lives. പല വ്യക്തികളും പല രീതിയിലുള്ള അതുപോലുള്ള വിടവുകൾ അനുഭവിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. When I am meditating this word, that some few examples that come to in my mind, that is the life of Joseph and the life of Jesus Christ, and the other example that Jesus Christ is told as a parable, the lost son. അതുപോലുള്ള അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ചിന്തിക്കുന്നത് ഒന്ന് യോസേഫിന്റെ ജീവിതത്തിൽ, രണ്ട് ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ, മൂന്ന് യേശുക്രിസ്തു പറഞ്ഞ ഉപമയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മകനെ കുറിച്ചുള്ള ഉപമയിലും ആ വിടവ് കാണുവാനായിട്ട് കഴിയും. When we see the example of Joseph and between relation or separation of Joseph from his father, at the age of young age he separated. ഈ യോസേഫിന്റെ കാര്യം നാം ചിന്തിക്കുകയാണെങ്കിൽ വളരെ യൗവനത്തിൽ തന്നെ തന്റെ പിതാവുമായിട്ട് ആ ഒരു വിടവ് വേർപാട് ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. How? Yes, I'm just wondering. In my life, I went at the young age to a hostel. സഹോദരൻ ചെറുപ്പകാലത്ത് ഹോസ്റ്റലിലേക്ക് പോകുന്ന ആ സമയം I went to a place which is 2-3 districts away from my native place. 2-3 ജില്ലകൾ കടന്നിട്ടുള്ള വേറൊരു സ്ഥലത്തേക്കാണ് സഹോദരൻ കടന്നു പോയത് ഹോസ്റ്റലിലേക്ക്. 10th standard I went to the hostel. After 10th standard I went to a hostel. 10th ക്ലാസ്സിന് ശേഷമാണ് സഹോദരൻ ഹോസ്റ്റലിലേക്ക് മാറിയത്. First time I am moving from my home place just 10 kilometers away. ആദ്യം മാറിയത് 10 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ആദ്യം മാറിയത്. Suddenly I was shifted to around 300 kilometers. പെട്ടെന്ന് തന്നെ ഒരു 300 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടതായിട്ട് വന്നു. That is a residential school. There is no bus facilities. I have to travel from getting out of the bus. I have to walk till 15 kilometers to reach a school. അവിടെ ഒരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ താമസിച്ചു പഠിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് മാറിയത്. അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ എനിക്ക് നടന്ന് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. And we have only once in a week we can go to the nearest town. Nearest town. അവിടെ നിന്ന് ഒരു ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഏറ്റവും അടുത്തുള്ള ഒരു പട്ടണത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. My father came to leave me. My father came for leaving me in the college. സഹോദരന്റെ അച്ഛൻ ആ കോളേജിലേക്ക് കൊണ്ടെത്തിച്ച് പോകുന്ന സമയത്ത് when he is leaving me and suddenly I started crying. അവിടുന്ന് കൊണ്ടുവിട്ടിട്ട് പിതാവ് മടങ്ങി പോകുന്ന സമയത്ത് സഹോദരൻ കരയുകയുണ്ടായി. Actually I am a person, I will cry but no tears will come. സഹോദരന്റെ ഒരു രീതി എന്ന് പറയുന്നത് സഹോദരൻ കരഞ്ഞാലും കണ്ണീര് വരാറില്ല. Then suddenly even I never cried to my father before till I never remember that I have cried to my father. അതുവരെയും തന്റെ പിതാവിന്റെ അടുത്ത് ഇതുവരെയും കരഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. When suddenly he is leaving and leaving me in a hostel, such a new place, then suddenly something is coming out. I am not able to tell a word or not to talk to him, and just leaving that I am feeling a sense of that nobody is here. I am alone here. This feeling of separation started in me. ആ പിതാവ് തന്നെ ആ സാഹചര്യത്തിൽ കൊണ്ടാക്കിയിട്ട് മടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു വാക്കുകളോ കാര്യങ്ങളോ ഒന്നും അവിടെ സംസാരിച്ചില്ല. എന്നാൽ ഒരു വിടവ് അല്ലെങ്കിൽ ഒരു വേർപാട് അവിടെ അനുഭവിച്ച് തന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ കരയുന്ന ഒരു രീതി ഉണ്ടായി. And one more child also like me, one more student also like me. ഒരു വിദ്യാർത്ഥിയും അതുപോലെ തന്നെ സഹോദരനെ പോലെ ഉണ്ടായിരുന്നു. And every day what we do is we all gather, 3-4 fellows are there, we all gather and start crying. അവര് എന്താ ചെയ്യുന്നത് വെച്ചാൽ 3-4 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് കരയുവാനായിട്ട് തുടങ്ങി. And we started writing letters to home that it is here, its facilities are very bad, we won't continue here, please take us. അവരെല്ലാവരും തന്നെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് കത്തെഴുതുവാനായിട്ട് തുടങ്ങി. ഇവിടുത്തെ ക്രമീകരണങ്ങളും ഒന്നും നല്ലതല്ല എന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് കത്തെഴുതുവാനായിട്ട് തുടങ്ങി. അവിടെ നിന്ന് യാതൊരു ആശ്വാസവും ലഭിച്ചില്ല. അതാരും ഗവനിച്ചതായിട്ടും അറിയാൻ കഴിയില്ല. അപ്പോ അതിനുശേഷം അവർ അടുത്ത അവധി എന്ന് വരും എന്നത് കണക്ക് കൂട്ടുവാനായിട്ട് തുടങ്ങി. അവർ ഓരോ ദിവസവും ഇങ്ങനെ അതല്ലേ ഓരോ ദിവസവും വട്ടമിട്ട് അതിനെ കൂട്ടി പോയി. We joined around July and next holidays comes in September,
October time. ജൂലൈ മാസത്തിലാണ് ആ കോളേജിൽ ജോയിൻ ചെയ്തത്. അടുത്ത അവധി വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആ മാസങ്ങളിലാണ്. And gradually rounding, then first holidays came, then we happily went to home. അങ്ങനെ അവര് വട്ടമിട്ട് ആ അവധി ദിവസം എത്തി. അവരെ സന്തോഷത്തോടെ തന്നെ ഭവനങ്ങളിലേക്ക് പോയി. Why I am telling this experience is, we have the hope of going back to our home. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പേ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രത്യാശയുണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ പോകുമെന്നുള്ളത്. Here in the example of Joseph, ഈ ഇവിടെ നമുക്ക് യോസേഫിന്റെ ഉദാഹരണത്തിൽ നാം കാണുന്നത്, son does not know that he is going to be separated from his father. അവിടെ ആ മകന് തന്റെ പിതാവുമായിട്ട് വേർപാട് അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയുന്നില്ല. And Jacob also don't know that he is going to lose his or he is going to get separated from his son. പിതാവായ യാക്കോബിനും അവിടെ അറിയില്ല പുത്രനെ വേർപിരിഞ്ഞ് ഇരിക്കേണ്ട സാഹചര്യം വരുമെന്നുള്ളത്. And you can imagine the feeling of son and father when they got separated. ആ വേർപെട്ട പിതാവിന്റെയും മകന്റെയും വികാരം എന്താണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. And in the example that Jesus Christ's example, that father knows that he is going to get separated from son, and son knows that he is going to separate from father. യേശുക്രിസ്തുവിന്റെ ഉദാഹരണത്തിലേക്ക് വരുമ്പോൾ പിതാവിനും അറിയാം ആ വേർപാട് അനുഭവിക്കുവാൻ പോവുകയാണെന്ന്, പുത്രനായ യേശുക്രിസ്തുവിനും അറിയാം ആ വേർപാട് അനുഭവിക്കുവാനായിട്ട് പോവുകയാണെന്ന്. It's out of our imagination what is their feeling. നാം ചിന്തിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തമായിട്ടുള്ള ഒരു വികാരം അല്ലെങ്കിൽ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. The purpose is known to us, those who has accepted Jesus Christ as the personal savior. What is the separation means to them? ആ ഉദ്ദേശം, ആ വേർപാടിന്റെ ഉദ്ദേശം, ലക്ഷ്യം എന്താണെന്ന് രക്ഷിക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. And Jesus Christ told an example of the prodigal son. യേശുക്രിസ്തു പറഞ്ഞ മുടിയനായ പുത്രന്റെ ഉപമ, in that father does not know that he is going to get separated from his father son. ആ പിതാവിന് അറിയില്ല പുത്രൻ തന്നെ വേർപെട്ട് പോകുവാൻ പോവുകയാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. But son knows that he is going to get separated from his father. എന്നാൽ പുത്രൻ അറിയാമായിരുന്നു താൻ പിതാവിനെ വേർപെട്ട് മാറി പോവാൻ പോവുകയാണെന്ന്. Because son is the rebellious child, he started getting away from his father. താനൊരു ശാഠ്യക്കാരനായ അല്ലെങ്കിൽ എതിർത്തു നിൽക്കുന്ന, പിതാവിനോട് എതിർത്തു നിൽക്കുന്ന ഒരു പുത്രനായിരുന്നുവല്ലോ. Because these three examples that we can see how the father and son relations are coming out. ഈ മൂന്ന് ഉദാഹരണങ്ങളിലും പിതാവ് പുത്രനും തമ്മിലുള്ള ആ ബന്ധത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Today we'll just go and learn something from the parable of the prodigal son. ആ മുടിയനായ പുത്രന്റെ ഉപമയിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. Turn to Gospel of Luke chapter 15. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. Just we can read, but we'll concentrate on the verse 17. നമുക്ക് മുഴുവനായിട്ട് വായിക്കേണ്ടത് 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. So he got something after his separation from his father. ആ വേർപാട് അല്ലെങ്കിൽ പിതാവിൽ നിന്നുള്ള വേർപാട് മനസ്സിലായതിനു ശേഷം പുത്രൻ ഉണ്ടാകുന്ന കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. What changes that has brought in after a lot of separation? എന്ത് മാറ്റമാണ് ആ പുത്രന്റെ മനസ്സിലേക്ക് ആ വേർപാട് കാരണം ഉണ്ടായത്? What are the things that's responsible for bringing changes in his life? ആ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കാരണമായി തീർന്നത്? And when these changes are happening, what sorts of mental condition he's facing? ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തന്റെ മാനസികമായ അവസ്ഥ എന്തായിരുന്നു? We'll try to learn and we'll learn something from this life experience of this prodigal son. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ആ മുടിയനായ പുത്രന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. In chapter 15, Jesus Christ is telling the parables of, one is lost sheep, second one is lost coin, the third is lost son. അവിടെ 15-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്ന ഉപമ ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ആടിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ബ്രഹ്മ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമതാണ് ഈ മുടിയനായ പുത്രനെ കുറിച്ച് പറയുന്നത്. And in the first example it says that when they found out the sheep, heaven is full of joy. ആ ഒന്നാമത്തെ ഉദാഹരണത്തിൽ ആ നഷ്ടപ്പെട്ട പോയ ആടിനെ തിരിച്ചു കിട്ടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. Second parable,
The angels are so happy and rejoicing. രണ്ടാമത്തെ ഉദാഹരണത്തിലും അവിടെ ദൂതന്മാർ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ In കഴിയും. the third parable, the father is so joy and rejoicing. Not only father, the servants, everyone is enjoying. മൂന്നാമത്തെ ഉദാഹരണത്തിലും ആ മുടിയനായ പുത്രന്റെ പിതാവും അവിടെയുള്ള വേലക്കാരും എല്ലാവരും സന്തോഷിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. How these എങ്ങനെ things are happening? എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? Because it says that God values one sinner rather than anyone else. ദൈവം ഒരു പാപിയെ പോലും വിലമതിച്ചതായിട്ട് കാണുന്നു. There 99 persons who are righteous persons, അവിടെ 99 പേരും നീതിമാന്മാരായിരുന്നു. who are they're all righteous persons means they're all, I feel that they're angels, അവിടെ 99 പേര് എന്ന് പറയുന്നത് അവര് ദൂതന്മാർക്ക് തുല്യം. because none is righteous in this world. ഈ ലോകത്തിൽ ആരും തന്നെ നീതിമാന്മാരായിട്ടില്ല. So how much God values a sinner than angels? ദൈവം എന്തുകൊണ്ടാണ് ആ പാപികളെ, ആ ഒന്ന് എന്ന് പറയുന്ന പാപികളെ ഇത്രത്തോളം മൂല്യം കൊടുത്തത്? In the second parable, coin has no soul. രണ്ടാമത്തെ ഉപമയിൽ അവിടെ ദ്രഹ്മയെ കുറിച്ച് കാണും. ദ്രഹ്മയ്ക്ക് പ്രത്യേകിച്ച് ജീവനുള്ളതായിട്ട് നമുക്ക് അറിയുന്നില്ല. And there is no life also. അതിന് പ്രാണനും ജീവനുമില്ല. That he cannot, but it is lost means we have lost the coin. അവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം നഷ്ടപ്പെട്ടതിന് ഉദാഹരണമായിട്ട് പറയുന്നു. So that is also more valid. അതിനും മൂല്യമുള്ളത് തന്നെയാണ്. In the third parable, it is the lost son is much more valid. മൂന്നാമത്തെ ഉദാഹരണത്തിൽ നഷ്ടപ്പെട്ടു പോയ മകനെ കുറിച്ച് പറയുന്നു, അത് ഏറ്റവും മൂല്യമുള്ളതാണ്. And we will learn some features and separation, what taught to this child or son, and how he come back to his father. ഈ ഒരു വേർപാട് ആ നഷ്ടപ്പെട്ടു പോയ മകനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നതാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. And he might have faced so many problems. ആ മകനെ സംബന്ധിച്ചിടത്തോളം അനേക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. We will read and learn from this. അതിൽ നിന്ന് നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. And chapter 15 verse 11 onwards. 15-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സൊലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിക്കുവിൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുവിൻ. നാം തിന്ന് ആനന്ദിക്കുക. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച്, ഇതെന്ത് എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു. നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടക്കുവാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോട് കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച് കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവനോട്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ
ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. Now, his father is telling that one of his son is lost and he has gained back. അവിടെ പിതാവ് പറയാണ് തന്റെ ഒരു മകൻ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, അതിന് ആ മകനെ തിരിച്ചു He കിട്ടിയിരിക്കുകയാണ്. is dead and he is alive again. അവൻ മരിച്ചവനായിരുന്നു, അവനിപ്പോ ജീവിച്ചിരിക്കുന്നു. And that's why it's a wonder that how the son will lost or missing. അവിടെ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഈ മകൻ എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ അവന് അപ്പനെ വിട്ടു പോയത്. Because he is not a mental child. He is not a mental. He is a mental in the sense that he has not lost his senses. അവന് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരു മകൻ അല്ലായിരുന്നു. That he has everything. അവന് എല്ലാം ഉണ്ടായിരുന്നു. But whether he is using his wisdom or not, we don't know. അവന്റെ ബുദ്ധി അവൻ ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. And here he has asked his father to divide the property. അവൻ അപ്പനോട് ആ മകൻ ചോദിക്കുകയാണ്, തന്റെ വസ്തുവിൽ വരേണ്ട പങ്ക് തരണമെന്ന് ചോദിക്കുകയാണ്. And I think that father might have put some conditions while dividing the property. സഹോദരൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആ വസ്തുവക വിഭാഗിക്കുന്ന സമയത്ത് ചില നിബന്ധനകൾ വച്ചിട്ടുണ്ടായിരുന്നു. Nowhere it's mentioned about mother, but even they might have asked him to stay for some time nearby the house. അവിടെ നമുക്ക് മാതാവിനെ കുറിച്ചൊന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഒരു പക്ഷേ മാതാവ് അവിടെ ആ മകനോട് കുറച്ചു കാലം കൂടെ ഇവിടെ നിൽക്കണം എന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. Because normal emotional relations that even okay we will divide the property but live for some time. അവിടെ ആ മാതാവ് ഒരു പക്ഷേ ആ ഇമോഷന്റെ ബേസിൽ, വികാരത്തിന്റെ ബേസിൽ നീ കുറച്ചുനാൾ ഇവിടെ നിൽക്കേ, വസ്തു നിനക്ക് വരേണ്ടുന്ന പങ്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. Because word of God says, not many days later the younger son gathered all and he took a journey to a far off country. എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്നത് ആ മകൻ തനിക്ക് കിട്ടിയ പങ്കെല്ലാം സ്വരൂപിച്ചുകൊണ്ട് വേറൊരു ദേശത്തേക്ക് പോകുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. So he might have lived for some time along with his father. അവൻ ഒരു പക്ഷേ കുറച്ചു നാള് അപ്പനോട് തന്നെ ആ പകുത്തു കൊടുത്തതിനു ശേഷവും നിന്നിട്ടുണ്ടായിരിക്കാം. Then we know that what happened when he went to the far off country. അവൻ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയതിനു ശേഷം എന്ത് സംഭവിച്ചു നമുക്കറിയാം. Then there is a famine at that country. അവിടെ ഒരു ക്ഷാമം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. And he started, because maybe the country's law says that he should not invest in that country. അവിടെ കാണുന്നത് അവൻ അവിടെ ആ സ്ഥലത്തേക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാക്കിയതായിട്ടാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. Because even in Gulf countries, if somebody want to do business, means he has to do business along with some other Gulf sheikh or somebody. നമ്മള് ഗൾഫിലെ ഇപ്പോഴത്തെ നിയമം എന്ന് പറയുന്നത്, അവിടെ ഗൾഫ് രാജ്യങ്ങൾ എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള വ്യക്തികളുമായിട്ട് ചേർന്ന് മാത്രമേ ബിസിനസ്സുകൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. I feel that when this son has a lot of money, he might have sat along with the elite class of that city. ഒരു പക്ഷേ ഈ മകൻ വേറെ ദേശത്തേക്ക് പോയിട്ട് അവിടെയുള്ള ഉയർന്ന നിലയിലുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് ഇരുന്നു കൊണ്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. Because monies do so many things. കാരണം എന്നുള്ളത് പണം അല്ലെങ്കിൽ സമ്പത്ത് അനേക കാര്യങ്ങൾ ചെയ്യുമല്ലോ. So after a lot of period, then his money has been spent out. കുറച്ചു നാളുകൾക്ക് ശേഷം തനിക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ അല്ലെങ്കിൽ പണം മുഴുവൻ ചെലവഴിച്ചു കഴിഞ്ഞു. Imagine a person who is sitting in the gates of the city is slowly is thrown out of the city. നഗരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി പതിയെ ആ ഗേറ്റിന് അല്ലെങ്കിൽ ആ നഗരത്തിന് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. He is slowly throwing out of the city. അവൻ പതിയെ ആ പട്ടണത്തിന് പുറത്തേക്ക് എറിയപ്പെടുന്നു. Then he realized his position. അവന്റെ അവസ്ഥ എന്താണെന്ന് അവൻ അത് കഴിഞ്ഞ് മനസ്സിലാക്കുന്നു. Somehow he got the help of one of the citizens. അവിടെയുള്ള ഒരു പൗരന്മാരുടെ എന്തെങ്കിലും ഒരു സഹായം അവിടെ അവൻ ലഭിക്കുകയുണ്ടായി. Even that help is also he has to go and fed the pig. അവിടുത്തെ അവന് കിട്ടുന്ന സഹായം എന്നുള്ളത് പന്നികളെ പോറ്റുന്ന ഒരു സഹായമാണ്. He might have told from where he is coming from. അവിടെ അവൻ പറഞ്ഞിട്ടുണ്ടാവും എവിടെ നിന്നാണ് താൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. Probably he is from country of Israel, so for Israel's rearing the pig is abhorring thing. അവൻ ഒരുപക്ഷെ ഇസ്രായേലിൽ നിന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം പന്നികൾ എന്ന് പറയുന്ന നികൃഷ്ടമായ ജീവികളാണ്. These pigs has to be out of this town. പന്നികൾ എന്ന് പറയുന്നത് പട്ടണത്തിന് പുറത്താണ്. And even
lepers has to live outside the cities. നമുക്ക് ഇസ്രായേൽ മക്കൾ കാണുന്നത് അവിടെ കുഷ്ഠരോഗികൾ പോലും പട്ടണത്തിന് പുറത്ത് ജീവിക്കുന്നത് എന്നാണ് കാണുന്നത്. So he is living like a leper, he is living like a outcast, and he is equal to pig. അവിടെ നാം കാണുന്നത് അവൻ ആ കുഷ്ഠരോഗികളെ പോലെ പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലെ ഒരു പന്നിക്ക് തുല്യമായിട്ട് ആ മകൻ ആയിത്തീരുന്നു. The word of God says in verse 16, he longed to be fed with the pods that the pig ate, but no one gave him anything. അവിടെ നാം 16-ാം വാക്യത്തിൽ കാണുന്നത് പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. Because he wished that he will eat something of the what pig is eating, but he is also not able to eat that one also. അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് പന്നി തിന്നുന്ന ആ വാളവര കൊണ്ട് നിറയ്ക്കണം എന്നാണ് അവൻ ആഗ്രഹിച്ചത്, എന്നാൽ അതുപോലും അവന് ലഭിച്ചില്ല എന്ന് കാണുന്നു. And again, because he lived life like a king, so he is thinking that somebody will give some food, but nobody is giving food. അവനൊരു കാലത്ത് രാജാവിനെ പോലെ ജീവിച്ച വ്യക്തിയാണ്, ഒരുപക്ഷെ ആരെങ്കിലും അവന് ആഹാരം കൊടുക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു, എന്നാൽ ആരും അവന് കൊടുത്തില്ല. Sometimes if a beggar is well-dressed beggar is there, nobody give anything to a well-dressed beggar. നമുക്കറിയാമല്ലോ, ഏറ്റവും നന്നായിട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്ന ഭിക്ഷക്കാർക്ക് നമ്മൾ ആരും തന്നെ ഒന്നും കൊടുക്കാറില്ല. So when he started begging for something, everybody refused to give anything. അവൻ ആഹാരത്തിനായിട്ട് യാചിക്കുന്ന സമയത്ത് ആരും തന്നെ അവൻ ഒന്നും കൊടുത്തില്ല എന്ന് കാണുന്നു. Gradually his position is diminishing and he is becoming like a pig. അവന്റെ സ്ഥാനങ്ങളൊക്കെ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലോട്ട് പയ്യെ താഴോട്ട് വന്ന് അവനൊരു പന്നിയെ പോലെ ആയി തീർന്നു. His dress might have told he is becoming like a rugged fellow. അവന്റെ വസ്ത്രങ്ങളൊക്കെ കീറി പറഞ്ഞ് അവൻ ഏറ്റവും വൃത്തിഹീനമായ ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. After few days he got his senses back. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവന് സുബോധം വന്നു. That is this great turning point in his life. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് അതായിരുന്നു. And for us also there is a turning point in our life. നമ്മുടെ ജീവിതത്തിലും അതുപോലുള്ള ഒരു വഴിത്തിരിവുകൾ നമുക്കുണ്ടായിരിക്കും. What time the turning point happened in our life? അത് ഏത് സമയത്താണ് ആ വഴിത്തിരിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്? Because it may be different times and different points of time. അത് ഒരു പക്ഷേ വ്യത്യസ്തമായ സമയത്തും കാലത്തുമായിരിക്കാം നടന്നിരിക്കുന്നത്. After experience of so much of difficulties, we might have reached the turning point. വിവിധമായ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കഴിഞ്ഞിട്ടായിരിക്കാം നാം ആ വഴിത്തിരിവിലേക്ക് എത്തിച്ചേർന്നത്. But some people might have got the turning point without any difficulty. പക്ഷേ ചിലർക്കാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ തന്നെ ആ വഴിത്തിരിവിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ടാവാം. Because individuals are different. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും വ്യത്യസ്തരാണല്ലോ. Because since individuals are different, the great providence of God, he says that different periods, different people has to be treated differently. ഓരോ വ്യക്തികളും വ്യത്യസ്തരായതുകൊണ്ട് തന്നെ വ്യത്യസ്ത സമയങ്ങളിലാണ് ദൈവം അവരോട് ഇടപെട്ടത്. And when he got his senses back, he thought he is examining himself, evaluating himself. അവന് ആ മകന് സുബോധം വന്ന ശേഷം തന്നെ അവനൊന്ന് വിലയിരുത്തുവാനായിട്ട് തുടങ്ങി. He might have regretted his position. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർത്ത് പശ്ചാത്തപിച്ചിട്ടുണ്ടാവാം. Then he started thinking about his family. അവന്റെ കുടുംബത്തെ ഓർത്ത് അവൻ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. He started thinking about his father. അവന്റെ പിതാവിനെ കുറിച്ച് അവൻ ചിന്തിക്കുവാൻ തുടങ്ങി. He might have thought of his brother also. അവന്റെ സഹോദരനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. His neighbors. അവന്റെ അയൽപക്കക്കാരെ ഓർത്ത്, his servants. അവരുടെ വീട്ടിലെ വേലക്കാരന്മാരെ ഓർത്ത്. And his thoughts are going towards his family. അവന്റെ ചിന്തകളെല്ലാം തന്നെ തന്റെ കുടുംബത്തിലേക്ക് പോവുകയാണ്. However, there is a second thought also might be coming to him. ഒരു രണ്ടാമതൊരു ചിന്തയും അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. Oh, you will tell that these are the thoughts of devil. ആ ചിന്ത സാത്താന്റെ ചിന്തയായിരിക്കാം. Or it's because the devils always sows the seeds of doubt in the minds of the people. കാരണം എന്തെന്ന് പറഞ്ഞാൽ സാത്താൻ എപ്പോഴും സംശയത്തിന്റെ വിത്തുകൾ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് വിതയ്ക്കാറുണ്ട്. Always his conscience tells her, no, don't go home. അവിടെ എപ്പോഴും അവനോട് പറഞ്ഞിട്ടുണ്ടാവാം, നീ ഒരിക്കലും ഭവനത്തിലേക്ക് പോകരുത്. If you go home, your father may not like you. അവിടെ നീ തിരിച്ചു പോയാൽ നിന്റെ പിതാവ് ഒരിക്കലും നിന്നെ ഇഷ്ടപ്പെടുകയില്ല. Because you have separated from your father and you come out. അത് കാരണം എന്ന് പറയുന്നത് നീ നിന്റെ പിതാവിനെ വിട്ട് പിരിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോയ വ്യക്തിയാണ്. Because of you, your father and mother or your entire family might have got bad name.
അതിന്റെ കാരണം എന്ന് പറയുന്നത് നിന്റെ കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അതൊരു ദുഷ്പേരായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. In society they have a good name, but because of you they got all bad names. സമൂഹത്തിൽ അവർക്ക് നല്ലൊരു പേരുണ്ടായിരുന്നിരിക്കാം, എന്നാൽ നീ കാരണം ആ പേര് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. With what face you will go back? എന്തുകൊണ്ട് പിന്നെ നീ എന്തിന് തിരിച്ച് അങ്ങോട്ട് പോകണം? If you go back, then they will do something. അങ്ങനെ നീ തിരിച്ചു പോയാൽ അവരെന്തെങ്കിലും നിന്നോട് ചെയ്യും. Father may not allow you, അവിടെ പിതാവ് നിന്നെ ഒരിക്കലും അനുവദിക്കുകയില്ല. and your brother may not allow you. നിന്റെ സഹോദരൻ നിന്നെ അനുവദിക്കുകയില്ല. How your servants treat you, നിന്റെ വേലക്കാർ നിന്നെ എങ്ങനെ ഏത് രീതിയിൽ പരിചരിക്കും. and all these doubts will be born in his mind. ഈ സംശയങ്ങളെല്ലാം തന്നെ ആ മകന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവാം. And his past life also is coming reel by reel. അവന്റെ പഴയകാല ജീവിതങ്ങളെല്ലാം ഓരോ സമയത്ത് വന്നതെല്ലാം തന്നെ മനസ്സിലൂടെ കടന്നുപോയിക്കുന്നു. And he might have passed the test of the even double-minded, whether I have to go home or what I have to do now. അവന്റെ മനസ്സ് ഒരുപക്ഷെ ഇരുമനസ്സുള്ളവന്റെ മനസ്സ് പോലെ രണ്ട് ചിന്തയിൽ എന്ത് ചെയ്യണം, എങ്ങനെ വീട്ടിലോട്ട് പോകണം എന്നുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ടാവാം. Sometimes when the such type of thing happens, then we will take a decision of, oh, I will die. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ടാകുമ്പോൾ ഒരുപക്ഷെ മരിച്ചു കളയാം എന്നൊരു ചിന്ത തീരുമാനങ്ങൾ എടുത്തു പോകാറുണ്ട്. And we see day and out people are committing suicides. നമ്മള് ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന പല ദിവസങ്ങളും നമുക്ക് കേൾക്കുന്നതാണ് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത്. And as a last resort, he might have thought also, okay, I will die and nobody knows me. അവരെല്ലാവരും പറയുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം കളഞ്ഞിട്ട് മരിച്ചു കളയാം, ആരും എന്നെ അറിയുന്നില്ലല്ലോ. But he has not went to that extent, but he thought otherwise. എന്നാൽ ഈ പുത്രൻ ആ ഒരു പരിധി വരെ എത്താതെ തിരിച്ച് മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത്. And his thoughts might have flown that I will go home. അവന്റെ ചിന്ത എന്ന് പറയുന്നത് അവൻ തിരിച്ച് തന്റെ ഭവനത്തിലേക്ക് പോകും. What changes might have happened in his while taking such a decision? എന്ത് മാറ്റമാണ് ആ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് അവനെ പ്രേരിപ്പിച്ചത്? And I want to bring to you what our perception of certain things and what the reality of certain things. നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളോടുള്ള മനോഭാവം എന്താണ്, യാഥാർത്ഥ്യം എന്നതിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Because the perception is entirely different, but the reality may be different. നമ്മുടെ മനോഭാവം ചിന്തയും ഒരു രീതിയായിരിക്കും, എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കാം. Because perception is always with our imagination of our knowledge and our past learning, all these things will combine to take a perception of certain things. നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ വിചാരങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ അറിവിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ പഴയകാല അനുഭവത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും നാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത്. So he might have regretted about his past position. ഈ പുത്രൻ തന്റെ പഴയകാല ജീവിതത്തെ ഓർത്ത് പശ്ചാത്തപിച്ചിട്ടുണ്ടാവും. Then he might have got that, okay, today I have to take a decision. അവൻ എങ്ങനെ ചിന്തിച്ചു, ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ പോവുകയാണ്. Then I will go back to my home. ഞാൻ എന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും. Whatever happens to me. എന്തൊക്കെ എനിക്ക് സംഭവിച്ചാലും. Because he started thinking about his family. അവൻ തന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. About his father. അവന്റെ പിതാവിനെ കുറിച്ച്. Initially his perception of his father is a different thing. ആദ്യം അവന് തന്റെ പിതാവിനെ കുറിച്ചുള്ള വിചാരങ്ങൾ വ്യത്യസ്തമായിരുന്നു. Slowly he started thinking about his father in reality, what is real. പതിയെ തന്നെ ആ യാഥാർത്ഥ്യം, പിതാവിനെ കുറിച്ചുള്ള ചിന്തകളുടെ യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കുവാനായിട്ട് തുടങ്ങി. It says that in the servants, after eating of the servants also there is a food left out. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്, അവിടെ ആ വീട്ടിലെ ഭവനത്തിലെ വേലക്കാർ കഴിച്ചിട്ട് പോലും ഭക്ഷണങ്ങൾ ബാക്കി വെക്കുന്നു, മിച്ചം വരുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. There is enough bread for eating for everybody. അവിടെ എല്ലാവർക്കും ആവശ്യത്തിന് ഉള്ള ആഹാരം ആ ഭവനത്തിൽ ഉള്ളതായിട്ട് കാണുന്നു. And he decides that I will go to my father. അവൻ പുത്രൻ ഇങ്ങനെ തീരുമാനിക്കുകയാണ്, ഞാൻ എന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും. I never have any second thought about it. അതിനെക്കുറിച്ച് രണ്ടാമതൊരു ചിന്ത ഞാൻ ചിന്തിക്കുന്നില്ല. He never procrastinated or postponed the decision. അവൻ തന്റെ തീരുമാനങ്ങൾ മാറ്റിവെക്കുവാനോ ഒന്നും അവൻ തീരുമാനിക്കുന്നില്ല. Because I am remembering one incident in Calicut. One thief, after robbing a shop, he thought that nobody is catching me and he slept in the shop.
ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുകയുണ്ടായി. കോഴിക്കോട് ഒരു കള്ളൻ ഒരു കട മോഷണം നടത്തിയതിനു ശേഷം തന്നെ ആരും പിടിക്കില്ല എന്ന് വിചാരിച്ച് ആ കടയിൽ തന്നെ കിടന്നുറങ്ങി. That is a gold cover shop. അതൊരു സ്വർണ്ണക്കടയായിരുന്നു. And he is involved in 30 odd cases. 30-ലധികം കേസുകളിലുള്ള ഒരു കുറ്റവാളിയായിരുന്നു. Nobody has caught him. അവനെ ഇതുവരെ ആരും പിടിച്ചിട്ടില്ല. So he is thought that nobody is catching me, so I will sleep. അതുകൊണ്ട് തന്നെ ആരും പിടിക്കില്ല എന്നുള്ള മനസ്സിൽ ഉറപ്പിച്ച് താൻ ആ കടയിൽ കിടന്നുറങ്ങി. And he forgot that to go at 3 o'clock or before everybody wakes up. എല്ലാവരും എഴുന്നേൽക്കുന്ന മുമ്പ് തനിക്ക് എഴുന്നേറ്റ് പോകാം എന്നുള്ള ധാരണയിലാണ് കിടന്നുറങ്ങിയത്. On particular day he slept. ആ സമയത്ത് പക്ഷേ അവൻ ഉറങ്ങിപ്പോയി. And he was caught. അവൻ പിടിക്കപ്പെട്ടു. Then he has been taken to jail and all these things. അവനെ ജയിലിലോട്ട് അടച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നടന്നു. Like that, when some decision has to be taken, it has to be taken at right time. അതുപോലെ തന്നെ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ട സമയത്ത് തന്നെ കൃത്യമായിട്ട് എടുക്കണം. Sometimes we resolve to take certain actions, but we never take certain actions. നമ്മൾ എടുക്കേണ്ട സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യുന്നില്ല. But all this will lead to a problem. അതെല്ലാം നമ്മെ ചെന്നെത്തിക്കുന്നത് വലിയ പ്രശ്നങ്ങളിലേക്കാണ്. Here the son has resolved that I will go back home. അവിടെ ആ പുത്രൻ താൻ തീരുമാനമെടുക്കുന്നു, താൻ തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും. And it says that the family, our father is calling, come on my child, I will take you. അവിടെ നാം കാണുന്നത് പിതാവ് ആകാംക്ഷയോടെ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്ന പിതാവിനെ സ്നേഹത്തോടെ ആ പിതാവ് വിളിക്കുന്ന പുത്രനെ വിളിക്കുന്ന കാണുന്നു. Other side that okay, you don't go, if you go there is a problem. അവിടെ മറുവശം നാം ചിന്തിച്ചാൽ അങ്ങോട്ട് ഒരിക്കലും പോകണം, അവിടെ പ്രശ്നമാവുമെന്ന് വിചാരിച്ചാൽ the desire for reaching his father has overpowered him and he started going. The desire for going to meet his father has overpowered and he's overcome that difficulty and he went back to meet his father. തന്റെ പിതാവ് തന്നെ സ്നേഹിക്കും, തന്നെ തിരിച്ചു വിളിക്കും എന്നുള്ള ആ ചിന്ത തന്റെ ബാക്കിയുള്ള രണ്ടാമത് തരത്തിലുള്ള ചിന്തകളെല്ലാം മതിയാക്കി അതിനെ അതിജീവിക്കുവാനായിട്ട് തനിക്ക് കഴിവ് ലഭിച്ചു. He rose up and went to meet his father. അവൻ എഴുന്നേറ്റ് തന്റെ പിതാവിനെ കാണുവാനായിട്ട് ചെന്നു. And what changes he experienced during this period? എന്ത് മാറ്റമാണ് ആ സമയത്ത് തനിക്കുണ്ടായത്? Once he is having a free will on his own. തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനുള്ള ഒരു സമയമുണ്ടായിരുന്നു. He thought that I know everything. അവൻ വിചാരിച്ചു തനിക്ക് എല്ലാം അറിയാമെന്ന് അവൻ വിചാരിച്ചു. I am financially independent. I can take any decision on my own. ഞാൻ സാമ്പത്തികമായ ഭദ്രതയുള്ളവരാണ്, എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്ന് അവൻ നിരൂപിച്ചു. I am master of my own. ഞാൻ തന്നെയാണ് എന്റെ ഗുരു എന്ന് താൻ വിശ്വസിച്ചു. I need not to know or take any decision from anybody. I know everything. മറ്റുള്ളവരിൽ നിന്നും ഒരു തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ഞാൻ കേൾക്കയില്ല, ഞാൻ സ്വന്തമായിട്ട് തീരുമാനമെടുക്കും. I don't any evaluation from anybody. എനിക്ക് ആരുടെയും തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ഇവാലുവേഷൻസ് ഒന്നും എനിക്ക് വേണ്ട. And nowadays people say I am become major. I have a right of vote, so I can take my decisions. ഇപ്പോ ചിലർ ചിന്തിക്കുന്ന പോലെ ഞാനിപ്പോ വളർന്ന് വലുതായി പക്വതയായിരുന്നു, ഇനി എനിക്ക് ആരുടെ അഭിപ്രായം എനിക്ക് വേണ്ട. All this thinking has gone. എല്ലാ ചിന്തകളും അവിടെ മാറി. Now he is ready that I have to be under my father. അവിടെ അവൻ തീരുമാനമെടുക്കുകയാണ്, ഞാൻ എന്റെ പിതാവിന്റെ കീഴിൽ നിൽക്കും. I don't have my decision on my own. എനിക്ക് തന്നെ സ്വന്തമായിട്ട് ഞാൻ ഒരു തീരുമാനവും എടുക്കുന്നില്ല. And he is changing from I know everything to I know nothing. അവനെ എല്ലാം അറിയാമാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് തനിക്ക് ഒന്നും അറിയില്ല എന്നുള്ള ആ ഒരു മാറ്റം അവനുണ്ടായി. Initially he might have thought that I am financially independent. Now he is nothing. He don't have any finances. ആദ്യം അവൻ ചിന്തിച്ചിരുന്നത് എനിക്ക് സാമ്പത്തികമായി ഭദ്രതയുള്ളവനാണ്, എന്നാൽ ഇപ്പൊ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കായി തീർന്നു. Once he is extravagant, now he is become more saving type. ഒരു നാൾ അവൻ ദൂർത്തടിച്ച് എല്ലാം തീർക്കുന്നവനായിരുന്നു, എന്നാൽ ഇന്ന് അതെല്ലാം ശരിയായിട്ട് വിനിയോഗിക്കുന്ന മനുഷ്യനായി. Once he is not ready for any feedback, now he is ready to take feedback from everybody. ആരിൽ നിന്നും അഭിപ്രായം സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു മനുഷ്യനായിരുന്നു, എന്നാൽ അഭിപ്രായം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി അവൻ മാറി. I and me, that is more major in him, that has been gone. ഞാൻ എന്ന ഭാവമാണ് അവനിൽ ഏറ്റവും അധികമായിട്ട് നിഴലിച്ചിരുന്നത്. He became a new being. അവൻ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി. And going
under the shelter of his father. അവൻ തന്റെ പിതാവിന്റെ കാൽ കീഴ് അല്ലെങ്കിൽ പിതാവിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു മകനായിട്ട് മാറി. Under the mighty shadows of his father, he is going and reaching. അവന്റെ പിതാവിന്റെ ആ തണലിൽ അവൻ ജീവിക്കുവാനായിട്ട് He തുടങ്ങി. knows that my father is able to do anything. അവൻ വിചാരിച്ചത് അവന് എല്ലാം ചെയ്യുവാനായിട്ട് കഴിയുമെന്നാണ്. His faith has grown more and more. അവന്റെ വിശ്വാസം വളർന്നു വന്നു. Initially, he might be thinking that my father knows nothing. അവൻ ആദ്യം വിചാരിച്ചത് എന്റെ പിതാവിന് ഒന്നും അറിയില്ല എന്നാണ് വിചാരിച്ചത്. Normally, this problem happens in the present generation, that the previous generation know nothing. We know so many things. ഇന്നത്തെ തലമുറയിലും ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവാം. പിൻതലമുറകൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. We know technology. We have Facebook. We have net, social media. We have Skype. Everything. നമുക്കിന്ന് സാങ്കേതിക വിദ്യയുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. അവർക്കൊന്നും അത് അറിയില്ല. Earlier, even children feared of telling to their parents, you know nothing. അവർക്ക് പിതാവിനോട് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയുവാൻ പോലും ഭയപ്പാടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. Children are telling to their parents that Appa, you don't know anything. Amma, you don't know anything. We have know so many things. ഇപ്പൊ കുഞ്ഞുങ്ങൾ പറയാണ്, അപ്പ നിങ്ങൾക്ക് ഒന്നും അറിയില്ല, അമ്മ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. But now that situation changed, and he knows that my father knows everything, and he is ഈ മനുഷ്യന്റെ കാര്യത്തിൽ താൻ എല്ലാം പിതാവിന്റെ സന്നിധിയിൽ കീഴടങ്ങി എല്ലാം പിതാവിന് അറിയാമെന്നുള്ള മനോഭാവത്തിലേക്ക് അവൻ മാറി. And he is thinking that my father is able, and he knows my interests and my wishes, and he will fulfill my wishes. എന്റെ പിതാവിന് അതിനുള്ള കഴിവുണ്ട്, എന്റെ ആഗ്രഹവും എന്റെ ആവശ്യവും എന്റെ പിതാവിന് അറിയാമെന്ന് അവൻ മനസ്സിലാക്കി. With this thinking that he is running. With this thinking, he is running to meet his father. ആ ചിന്തയോടുകൂടി അവൻ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് ഓടി ചെല്ലുകയാണ്. He never delayed in taking decision. ആ തീരുമാനം എടുക്കുന്നതിൽ അവൻ ഒരിക്കലും അമാന്തിച്ചതായിട്ട് കാണുന്നില്ല. He taken a decision and he is implemented immediately. ആ തീരുമാനം അവൻ എടുക്കുകയും അത് പെട്ടെന്ന് തന്നെ നടപ്പാക്കുകയും ചെയ്തു. Because he is a far off place. അവൻ വളരെ ദൂരദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. We don't know how he has traveled. അവൻ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്കറിയില്ല. And some of the children of God, this says that he might have traveled with sore feet and no water, with just like a dead fellow he might have reached his home. ചില വേദപഠിതാക്കൾ പറയുന്നത് അവൻ ഒരുപക്ഷെ കുറെ ദൂരം സഞ്ചരിച്ച് അവന്റെ കാലൊക്കെ തളർന്ന് അവശനായി വെറും ക്ഷീണിച്ച ഒരു വ്യക്തിയായിട്ടായിരിക്കാം പിതാവിന്റെ സന്നിധി വരുന്നത്. Anyhow, he reached his father. എന്തു തന്നെ ആയാലും അവൻ പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. We can see the response of father. അവിടെ പിതാവിന്റെ പ്രതികരണം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. His perceptions of his father has completely changed. തന്റെ പിതാവിനെ കുറിച്ചുള്ള ചിന്തകൾ, മനോഭാവങ്ങളൊക്കെ മാറി. When we want to see the perceptions, we can see from the Gospel of Matthew, even it is from a simple parable that Jesus Christ has told to us about the same. Jesus Christ has given 5 coins to one person, 2 coins to one person, 1 coin to one person, and he is asked about the returns. മനോഭാവത്തെ കുറിച്ച് മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു ഉപമയുണ്ടല്ലോ. 5 പണം കൊടുത്ത് 5 നാണയം കൊടുത്തതും 2 നാണയം കൊടുത്തതിനെ കുറിച്ചുള്ള ഒരു ഉപമ നമുക്കറിയാം. Because there the 1 talent, that his response we can see from Matthew chapter 25. അവിടെ 1 താലന്ത് ലഭിച്ചവനെ കുറിച്ച് കാണുന്നുണ്ട് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തില്. 24-ാമത്തെ വാക്യം. 1 താലന്ത് ലഭിച്ചവനും അടുക്കൽ വന്ന് യജമാനെ, നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. So he is persuasion, because the person who has received 5 talents and the 2 talents, they have done business, they became good servants, and this servant, he became a bad servant. He perceives that the owner is bad. അവൻ ഇവിടെ പറയുകയാണ്, 5 താലന്ത് ലഭിച്ചവരും 2 താലന്ത് ലഭിച്ചവരും അതുകൊണ്ട് വിപണനം നടത്തി അവൻ നല്ല വിശ്വസ്തരായ ദാസന്മാരായി മാറുന്നു. 1 താലന്ത് ലഭിച്ചവൻ തന്റെ മാസ്റ്റർ അല്ലെങ്കിൽ യജമാനൻ മോശമാണെന്ന് ധരിച്ച് അവൻ ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. Did master's characters were changed among the 3?
ആ മൂന്ന് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം യജമാനന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിരുന്നു? There is no change in the characters of his master. ആ യജമാനന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഈ മൂന്ന് പേരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. Only perception is changed among the individuals. പക്ഷേ യജമാനെ കുറിച്ചുള്ള ചിന്തകൾ മൂന്ന് പേരിലും വ്യത്യസ്തമായിരുന്നു. The two persons who has received 5 talents and 2 talents, they had done business. The one who received, he hided it. 5 താലന്ത് ലഭിച്ചവനും 2 താലന്ത് ലഭിച്ചവനും അതുകൊണ്ട് വിപണനം നടത്തി. എന്നാൽ 1 താലന്ത് ലഭിച്ചവനും അത് കുഴിച്ചിട്ടു. So his perception about the master is very different. യജമാനെ കുറിച്ചുള്ള മനോഭാവം ആ 1 താലന്ത് ലഭിച്ചവന് വ്യത്യസ്തമായിരുന്നു. Actually, the master is so kind and mercy, full of everlasting. ആ യജമാൻ എന്നുള്ളത് കൃപയും അല്ലെങ്കിൽ കരുണയും നിറഞ്ഞ യജമാനായിരുന്നു. Our father is full of mercy. നമ്മുടെ പിതാവ് കരുണയും കൃപയും നിറഞ്ഞവനാണ്. Only our perception is changes. നമ്മുടെ മനോഭാവങ്ങളാണ് വ്യത്യസ്തമായിരിക്കുന്നത്. When Moses is God telling about the characters, how he is to Moses while explaining him in Exodus chapter 34 verse 6, he says what Lord God is. പുറപ്പാട് പുസ്തകം 34 അധ്യായം 6 വാക്യത്തിൽ മോശയോട് ദൈവം ആരാണെന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിന്റെ 6 വാക്യം. എക്സോഡസ് പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിന്റെ 6 വാക്യം. യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ. These are the reality of master and father. ഇതാണ് പിതാവിനെ കുറിച്ചുള്ളതും യജമാനെ കുറിച്ചുള്ളതുമായ യാഥാർത്ഥ്യം. And this can be linked with Romans chapter 5 verse 8. ഈ ഒരു ഭാഗം നമുക്ക് റോമാലേഖനം 5 അധ്യായത്തിലെ 8 വാക്യവുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്നതാണ്. റോമാലേഖനം 5 അധ്യായം അതിന്റെ 8 വാക്യം. ആദ്യം കിട്ടുന്നവരൊന്ന് വായിച്ചാൽ. God demonstrate his love for us in that while we are still sinners, Christ died for us. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. In one translation it says that God shows mercy, his love. ഒരു വിവർത്തനത്തിൽ ഇങ്ങനെയാണ്, ദൈവം തന്റെ സ്നേഹം കാണിച്ചു. But in another translation it shows us he demonstrate his love. അവിടെ വേറൊരു വിവർത്തനത്തിൽ കാണുന്നത് അവൻ തന്റെ സ്നേഹം പ്രദർശിപ്പിച്ചു. So this is the reality of the master, reality of our father. ഇതാണ് പിതാവിനെ കുറിച്ചുള്ളതും അല്ലെങ്കിൽ യജമാനെ കുറിച്ചുമായിട്ടുള്ള യാഥാർത്ഥ്യം. But our perception is changes. എന്നാൽ നമ്മുടെ വിചാരങ്ങൾ മനോഭാവങ്ങൾ വ്യത്യസ്തമാണ്. And 1 John chapter 3 verse 1 says that if you are the child of God, you know how your father is. നമുക്ക് 1 യോഹന്നാൻ 3 അധ്യായം 1 വാക്യത്തിൽ നിങ്ങൾ ആ പിതാവിനെ അറിയുന്നു. If you know your father, and you will show how your father is. നിങ്ങൾ ആ പിതാവിനെ അറിയുന്നെങ്കിൽ ആ പിതാവ് എങ്ങനെയുള്ളവനെന്ന് നിങ്ങൾ അറിയും. So we want to become the child of God, then we have to understand the reality of father. നാം പിതാവിനെ അറിയുമ്പോൾ പിതാവ് എങ്ങനെയുള്ളവനെന്ന് നാം അറിയണം. This lost child has undergone so many transformations in his life. ആ നഷ്ടപ്പെട്ടു പോയ മകന്റെ ജീവിതത്തിൽ അനേക മാറ്റങ്ങൾ തന്റെ ജീവിതത്തിലുണ്ടായി. When he separated from his father, he learned certain things in his life. തന്റെ പിതാവിൽ നിന്ന് താൻ വേർപെട്ടു പോയപ്പോൾ അനേക കാര്യങ്ങൾ താൻ പഠിക്കുകയുണ്ടായി. These changes might have put a building blocks for his life growth. ആ മാറ്റങ്ങൾ തന്റെ ജീവിതത്തിലെ വലിയ ഉയർച്ചയിലേക്ക് തന്നെ നയിച്ചു. Wherever stage we are, whichever position we are, even we have separated from God in different aspects, even if we are believers, we have to think and resolve ourselves for the revival, and we have to go back to our father. നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നാലും ഏത് ചിന്തയിലായിരുന്നാലും യജമാനെ കുറിച്ച് ഏത് രീതിയിൽ നമ്മൾ ചിന്തിച്ചിരുന്നാലും നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക, നാം അല്ലെങ്കിൽ ഞാൻ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലും. Because the throne of grace is always waiting for us. അത് എന്തുകൊണ്ടെന്നാൽ കൃപയുടെ ആ സ്ഥാനം നമുക്കായിട്ട് കാത്തിരിക്കുന്നു. Whatever position, we will go and move to Father who is able to do everything for us. നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും ആ പിതാവിന്റെ അടുക്കലേക്ക് എത്തിച്ചേർന്നാൽ always separations will help us to rededicate or revive ourselves. വേർപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പുനർചിന്തനം നടത്താനും നമ്മെ തന്നെ ദൈവത്തോട് അടുക്കുവാനും ഇടയാക്കും. Let God help us for
having some separations and some changes in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആ രീതിയിലുള്ള ചില വിടവുകളും മാറ്റങ്ങളും ഉണ്ടാകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. God bless this word. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.